ചുരുക്കത്തിൽ തഫ്വീദ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ച തഫ്വീദു തഫ്സീലി വ തകീഫി ഇലല്ലാഹ്, വിശദീകരണവും അതിന്റെ കൈഫിയത്തൊക്കെ അല്ലാഹുവിലേക്ക് വിടലാണ്. ഇതാണ് തഫ്വീദ്. അല്ല തഫ്വീദുൽ മാന അടക്കം തഫ്വീദ് ചെയ്യൽ, അർത്ഥം അറിയില്ല എന്ന രൂപത്തിൽ തഫ്വീദ് ചെയ്യൽ, അത് സലഫിന്റെ നിലപാടേ അല്ല. അൽ കൈഫ് മജ്ഹൂൽ, കൈഫ് അല്ലാഹുവിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. ഓരോന്നിന്റെ ഈ കൈഫ് അല്ലാഹുവിന് വജ്ഹുണ്ട്, യദുണ്ട്, പക്ഷേ അതിന്റെയൊക്കെ കൈഫിയത്ത് അല്ലാഹുവിലേക്ക് ചേർക്കപ്പെട്ടതാണ്. ഈ കൈഫിയത്തിലെ തഫ്വീദ് മാത്രമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ പല ആളുകളും പറയുന്നുണ്ട് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്വീദുൽ മഅനയെ എതിർത്തത് കൊണ്ട് ഉമ്മത്തിൻ്റെ ഐക്യം തന്നെ തകർന്നു പോയിന്ന. യഥാർത്ഥത്തിൽ തഫ്വീദുൽ മഅന എന്ന സംഭവം സലഫുകൾക്കില്ലേ ഇല്ല. സലഫുകൾ യഥാർത്ഥത്തിൽ ഇസ്ബാത്തുൽ മഅന ചെയ്തവരാണ്. അതിൻ്റെ കൈഫിയത്തിനെ അള്ളാഹുലേക്ക് വിട്ടവരാണ്. അതിൻ്റെ അർത്ഥം നമുക്കറിയാം. നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരണെ വിശദീകരിച്ചുകൊണ്ട് ദൈവബന്ധി പണ്ഡിതർ പറഞ്ഞത് അർത്ഥം അറിയാം എന്നാണ്. മഅലൂമുൽ മഅന, അർത്ഥം അറിയാം. മത്ലബ് ഹംകോ മാലും ഹേ, മത്ലബ് നമുക്കറിയാം, അതിൻ്റെ അർത്ഥം നമുക്കറിയാം, അതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, പക്ഷെ കൈഫിയത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് ഇമാം മാലിക്കിനെ പോലുള്ള, സുഫിയാൻ സൗർ റഹ്മത്തുള്ളാഹി പോലുള്ള മുൻഗാമികളായ സലഫുകളുടെ നിലപാട്. എന്നാൽ ഉമ്മത്തിൻ്റെ ഐക്യം ഇമാം ഇബ്നു തൈമിയ്യ തകർത്തു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നത് തഫ്വീദുൽ മഅനയായിരുന്നു സലഫിൻ്റെ നിലപാട്. ഇമാം ഇബ്നു തൈമിയ്യ അതിനെ എതിർത്തു, അതിനെ ഷറുൽ വദാഹിബ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സലഫുകളുടെ നിലപാട് അങ്ങനെയല്ല. മഹാനായ ദൈവബന്ധി പണ്ഡിതൻ മൗലാന അൻവർ ഷാ കശ്മീർ റഹ്മത്തുള്ളാഹി അലൈഹി സലഫുകളുടെ നിലപാട് എന്താണ്? തഫ്വീദുൽ മഅനയാണോ അതല്ല തഫ്വീദുൽ കൈഫാണോ എന്നുള്ളതാണ്. മൗലാന പറയാണ്, വ അമ്മ തഫ്വീദു സലഫി, സലഫുകളുടെ തഫ്വീദ് എന്നത് ഫയഹ്തമിലുൽ മഅനൈൻ, അത് രണ്ടർത്ഥത്തിന് സാധ്യതയുണ്ട്. രണ്ട് രീതി നമുക്ക് അതിനെ മനസ്സിലാക്കാം. അതിലൊന്ന് അത് തഫ്വീദുൽ മഅന എന്ന രൂപത്തിലാണ്. മൗലാന പറയാണ് അഹദുഹുമ, അതിലൊന്നാമത്തത് തഫ്വീദുൽ അംരി ഇലല്ലാഹി വ അദമുൽ ഇൻകാരി അലാ മൻ തഅവ്വല, ഈ കാര്യത്തെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. മൊത്തത്തിൽ തന്നെ തഫ്വീദുൽ അംരി ഇലല്ലാഹ്, ഇതിനെല്ലാത്തിനും അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക. അതിൻ്റെ കൈഫും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും എല്ലാം അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക. അതോടൊപ്പം വ അദമുൽ ഇൻകാരി അലാ മൻ തഅവ്വല, തഅ്വീൽ ചെയ്യുന്ന ആളുകളെ എതിർക്കാതിരിക്കുകയും ചെയ്യുക. ഇതൊരു രീതി. അപ്പോൾ സലഫുകളുടെ തഫ്വീദായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു രീതി ഇതാണ്. രണ്ടാമത്തെ രീതി എന്താണ്? ഓനെ പറയാണ് സാനിഹിമ തഫ്വീദു തഫ്സീലി വ തകീഫി ഇലല്ലാഹി തആല, അതിനെ മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കലല്ല, അതിൻ്റെ തഫ്സീൽ, അതിൻ്റെ വിശദീകരണം, വ തകീഫ്, അതിൻ്റെ കൈഫിയത്ത്, അതെങ്ങനെയാണ് എന്നുള്ളത് അത് ഏൽപ്പിച്ചു കൊടുക്കലാണ് ഇലല്ലാഹി തആല അള്ളാഹുവിലേക്ക്. എന്ന് മാത്രമല്ല വൽ ഇൻകാറു അലാ മൻ തഅവ്വല ബിറഇഹി വ അഖ്ലിഹി, തൻ്റെ അഭിപ്രായം കൊണ്ടും തൻ്റെ ബുദ്ധി കൊണ്ടുമൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരെ എതിർക്കലുമാണ്. ഈ രണ്ട് രൂപത്തിലാണ് സലഫിൻ്റെ അഖീദയെ ഇവിടെ വിശദീകരിക്കുന്നത്. ഒന്ന് തഫ്വീദുൽ മഅന, തഫ്വീദുൽ അംർ, ആ കാര്യത്തെ മൊത്തത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ വ്യാഖ്യാനവും അതുപോലെ തന്നെ അതിൻ്റെ കൈഫിയത്തും എല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ രീതി എങ്ങനെയാണ്? കൈഫിയത്തിനെ മാത്രം അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് തഅ്വീൽ ചെയ്യുന്നവരെ എതിർക്കുകയും ചെയ്യുക. ഇതിൽ ഈ രണ്ട് രൂപത്തിലാണ് സലഫിൻ്റെ അഖീദയായിട്ട് പറയുന്നത്. എന്നാൽ സലഫിൻ്റെ അഖീദ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന യഥാർത്ഥത്തിൽ ഒന്നാമത്തേതല്ല, രണ്ടാമത്തേതാണ്. മൗലാന പറയാണ് വ മുറാദുഹും ഹുവൽ ഇഹ്തിമാലു സാനി, സലഫിൻ്റെ അഖീദ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ പറഞ്ഞ രണ്ടാമത്തെ കോലമാണ്, ലൽ ഔവൽ, ആദ്യം പറഞ്ഞതല്ല. അതായത് തഫ്വീദുൽ മഅനയല്ല സലഫിൻ്റെ നിലപാട്, മറിച്ച് അതിൻ്റെ കൈഫിനെയും അതിൻ്റെ വിശദീകരണത്തെയും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക, എന്നിട്ട് തഅ്വീൽ ചെയ്യുന്നവരെ എതിർക്കുക. ഇതാണ് സലഫിൻ്റെ നിലപാട്. അല്ലാതെ മൊത്തത്തിൽ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചെടുക്കുന്ന രീതി അത് സലഫിൻ്റെ നിലപാടേ അല്ല എന്ന് മൗലാന കൃത്യമായിട്ട് പറയാം. എന്ന് മാത്രമല്ല മൗലാന അൻവർ ഷാ കശ്മീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് മൗലാനയുടെ ശിഷ്യൻ തന്നെ ഈ വിഷയം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖാല ശൈഖ്, മൗലാന അൻവർ ഷാ കശ്മീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, സുമ്മ ഇന്ന തഫ്വീദ സലഫി വ അദമ തഅ്വീലി ലഹു മഅനയാൻ, സലഫുകളെടുക്കൽ തഫ്വീദ് എന്ന് പറഞ്ഞാൽ, തഅ്വീൽ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. എന്താണത്? അൽ അവ്വലു അത്തഫ്വീദു ഇലല്ലാഹി വൽ ഇഖ്റാറു ബിഅദമി ഇൽമിഹി, ഒന്നാമത്തെ വിഷയം പറയുന്നത് അള്ളാഹുവിലേക്ക് ഇതിനെ തഫ്വീദ് ചെയ്യലാണ്, ഏൽപ്പിച്ചു കൊടുക്കലാണ്. അതുപോലെ വൽ ഇഖ്റാറു ബിഅദമി ഇൽമിഹി, ഇതിനെ സംബന്ധിച്ച് നമുക്ക് അറിവില്ല എന്ന കാര്യം സമ്മതിക്കലുമാണ്. എന്നിട്ടോ വ അദമുൽ ഇൻകാരി അലാ മൻ തഅവ്വല, തഅ്വീൽ ചെയ്ത ആളുകളെ എതിർക്കാതിരിക്കലും ആണ്. അപ്പോൾ ഇതിനെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, മൊത്തത്തിൽ തന്നെ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഇതിനെ സംബന്ധിച്ച് അറിവില്ല എന്ന കാര്യം സമ്മതിക്കണം. തഅ്വീൽ ചെയ്യുന്ന ആളുകളെ എതിർക്കാതിരിക്കുകയും വേണം. രണ്ടാമത്തെ വസാനി തഫ്വീദു തഫ്സീലിഹ
വ കൈഫിയത്തിഹ ഇലല്ലാഹി. ഇതിൻ്റെ വിശദീകരണം, ഇതിൻ്റെ കൈഫിയത്ത് ഇതെങ്ങനെയാണ് എന്നുള്ളതും അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ വിശദീകരണം അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക, കൈഫിയത്തിന് അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നിട്ടോ വൽ ഇൻകാറു അലാ മൻ തഅവ്വല ബിറഅയിഹി വഅഖലിഹി, തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ അഭിപ്രായം കൊണ്ടൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരെ എതിർക്കുകയും ചെയ്യുക. അപ്പോൾ രണ്ട് രൂപത്തിലാണ് സലഫിൻ്റെ അഖീദ, സലഫിൻ്റെ തഫ്വീദിനെ കുറിച്ച് പറയപ്പെടുന്നത്. ഒന്ന്, അതിനെ മൊത്തത്തിൽ തന്നെ തഫ്വീദ് ചെയ്യുക. രണ്ടാമത്തേത്, അതിൻ്റെ വിശദീകരണത്തെയും കൈഫിയത്തിനെയും തഫ്വീദ് ചെയ്യുക. ഇതിൽ ഏതാണ് സലഫുകളുടെ തഫ്വീദ്? മൗലാന പറയാണ്, വഹും അറാദു ഹാദൽ മഅനസാനി, അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്, സലഫിൻ്റെ അഖീദ കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ തഫ്സീലും കൈഫിയത്തും അള്ളാഹുലേക്ക് വിടലാണ്, തഅ്വീല് ചെയ്യുന്നവർ എതിർക്കലും ആണ്. ഇതാണ് യഥാർത്ഥത്തിൽ സലഫിൻ്റെ നിലപാട്. അല്ലാതെ എല്ലാത്തിനെയും കൂടി തഫ്വീദ് ചെയ്യുക, അർത്ഥത്തെ അടക്കം തഫ്വീദ് ചെയ്യുക, ഈ തഫ്വീദ് അല്ല സലഫിൻ്റെ തഫ്വീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കശ്മീർ മൗലാന പറയുന്നതായിട്ട് മൗലാന ശിഷ്യനും രേഖപ്പെടുത്തുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട നിലപാടിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയാണ്, ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം അള്ളാഹുലേക്ക് വിട്ടുകൊടുത്തു എന്ന് പറയരുത്, തഫ്വീലുൽ മാന നടത്തരുത്, മറിച്ച് അർത്ഥം നമുക്കറിയാം, രൂപം അറിയില്ല എന്ന് തന്നെ പറയണം. മൗലാനയും ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മൗലാനയുടെ ശിഷ്യൻ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ തഫ്വീദ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു തൈമിയ്യ പഠിപ്പിച്ച തഫ്വീദു തഫ്സീലി വ തകീഫി ഇലല്ലാഹ്, വിശദീകരണവും അതിൻ്റെ കൈഫിയത്തൊക്കെ അള്ളാഹിലേക്ക് വിടലാണ്. ഇതാണ് തഫ്വീദ്. അല്ല തഫ്വീദുൽ മാനയടക്കം തഫ്വീദ് ചെയ്യൽ, അർത്ഥം അറിയില്ല എന്ന രൂപത്തിൽ തഫ്വീദ് ചെയ്യൽ, അത് സലഫിൻ്റെ നിലപാടേ അല്ല. ഇമാം മാലിക്കിനെ കുറിച്ചാണെങ്കിലും മുൻഗാമികളെ സലഫുകളെ കുറിച്ചാണെങ്കിലും അവരുടെ ഖൗലിനെ വിശദീകരിക്കുന്ന ദൈവപതി പണ്ഡിതരൊക്കെയും അവിടെ അർത്ഥം അറിയാമെന്നും അർത്ഥം എന്താണെന്നും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ തഫ്വീൽ ചെയ്യാറുണ്ട്. തഫ്വീൽ എന്ന് പറഞ്ഞാൽ കൈഫ്, അൽ കൈഫ് മജ്ഹൂൽ, കൈഫ് അള്ളാഹുവിന് മാത്രമേ അറിയൂ, നമുക്കറിയില്ല. ഓരോന്നിൻ്റെ ഈ കൈഫ് അള്ളാഹുവിന് വജ്ഹുണ്ട്, യതുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ കൈഫിയത്ത് അള്ളാഹുലേക്ക് ചേർക്കപ്പെട്ടതാണ്. ഈ കൈഫിയത്തിലെ തഫ്വീൽ മാത്രമാണ് സത്യത്തിൽ സലഫ് സലീങ്ങളുടെ അഖീദയിലുള്ളത്. എന്നാൽ തഫ്വീലുൽ മാന എന്ന് പറഞ്ഞുകൊണ്ട് മാനയുടെ തഫ്വീലും കൂടെ അവരിലേക്ക് ചേർക്കുന്ന ഒരു വിഫല ശ്രമം പിൽക്കാലത്തുള്ള അശരി അഖീദയിലെ പണ്ഡിതന്മാരിലൂടെ കടന്നു വന്നിട്ടുണ്ട്. കാരണം ഓരോരുത്തരും ഇമാമികളെ തള്ളി പറയാൻ അവർക്ക് സാധിക്കൂലല്ലോ. കാരണം ഓരോരുത്തരും എന്താ പറയല്, ഞങ്ങളും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിന്റെ അഖീദയിലാണെന്ന് പറയും. ഞങ്ങളും ഈ പറയപ്പെട്ട ഇമാം ഇബ്നു ഹുസൈമയായാലും ഇബ്നു ബത്തഹ ഹാഫിദ് ഇബ്നു ബത്തയായാലും ഇബ്നു മന്ദർ റഹ്മത്തുള്ളാഹിയാണെങ്കിലും അബൂബക്കറുൽ ബാഖില്ലാനി റഹ്മത്തുള്ളാഹിയാണെങ്കിലും ഇമാം ബൈഹഖിയുടെ ഒക്കെ സിഫാത്തുകൾ, അസ്മാ സിഫാത്തുകളാണെങ്കിലും ഇവരൊക്കെ നമ്മൾ ഹദീസിന്റെ വിഷയത്തിൽ ഇമാമിങ്ങളെ അംഗീകരിക്കുന്ന ആളുകളാണ്. ഉസ്മാൻ ബിൻ സഈദ് ഉദ്ദാരിമി ആണെങ്കിലും ധാരാളം പണ്ഡിതന്മാർ ഇവരുടെ ഒക്കെ വക്താക്കളാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവരുടെ അഖീദക്ക് വിരുദ്ധമായ അഖീദ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ അള്ളാഹുവിന്റെ ഈ ഖബരിയായ സിഫാത്തുകളെ മുഴുവനും ഇസ്ബാത്ത് ചെയ്തവരാണ്, സ്ഥിരപ്പെടുത്തിയവരാണ്. അവർ ആകെ കൂടി തഫ്വീദ് ചെയ്തത് അതിന്റെ കൈഫ് നമുക്കറിയില്ല എന്നേ ഉള്ളൂ. അള്ളാഹുരിയതുണ്ട്, വജ്ഹുണ്ട്, ഖദമുണ്ട്, ഒക്കെയുണ്ട്, പക്ഷെ അതിന്റെ കൈഫ് നമുക്കറിയില്ല, അത് അള്ളാഹുവിനെ അറിയൂ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇതിന്റെ ഈ ഹദീസുകളിൽ പറയപ്പെട്ട ഓരോ പ്രയോഗങ്ങളുടെയും സംജ്ഞകളുടെയും മാനയും നമുക്കറിയില്ല എന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. അഥവാ അങ്ങനെ വല്ലതും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹദീസിന്റെ സനദിൽ ചിലപ്പോൾ കുഴപ്പമുണ്ട്, ഹദീസല്ല ആധാറുകളുടെ സനദുകളിൽ കുഴപ്പമുണ്ട്, ഇമാമിങ്ങളിലൊന്നും ഉദ്ധരിക്കപ്പെട്ട അതല്ല. സനദെങ്ങാനും സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജഹമിയത്ത്, മുഅ്തസിലത്ത് ഇതിന് കൊടുത്ത വ്യാഖ്യാനാർത്ഥങ്ങളുണ്ട്. യദുല്ല എന്ന് പറഞ്ഞാൽ നിയമത്തുള്ള എന്ന് പറഞ്ഞു കളയുക, അല്ലെങ്കിൽ ഖുദ്റത്തുള്ള എന്ന് പറയുക. ഇത്തരം മാനകളാണ് അവർ, ആ മാനകൾ പാടില്ല എന്ന രീതിയിൽ അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള വാക്കുകൾ മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇമാം ഇബ്നു തൈമിയ്യ കൊണ്ടുവന്നതല്ല, സലഫുകൾ തന്നെ കൊണ്ടുവന്നതാണ്. മാത്രമല്ല ഇത് ഏറ്റുപിടിച്ചത് സുബൈർ ഉസ്താദ് മാത്രമല്ല, ദൈവബന്ധി പണ്ഡിതരും ആണ്.